ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു പംകിൻ ടോക്സ്. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത്, നിങ്ങളൊരു മാർക്കറ്ററാണോ? നിങ്ങളൊരു സക്സസ്ഫുൾ ബിസിനസ് ഓണർ ആവാൻ ആഗ്രഹിക്കുന്ന ഒരാളാണോ? നല്ലൊരു മാർക്കറ്ററായിട്ട് എല്ലാവരും നിങ്ങൾ അംഗീകരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളാണോ? ഒരുപാട് ബിസിനസ് ഓണേഴ്സ് അല്ലെങ്കിൽ മാർക്കറ്റേഴ്സ് അപ്ലൈ ചെയ്ത് സക്സസ് അയക്കുന്ന 10 ടിപ്സ് അല്ലെങ്കിൽ അഡ്വൈസസ് ആണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു ഫീൽഡിലേക്ക് നോക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും മുഴുവനായിട്ട് കാണാൻ നോക്കുക. നിങ്ങൾക്ക് ഇത് ഒത്തിരി യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത്, ചൂസ് എ മാർക്കറ്റ് ദാറ്റ് ഈസ് സ്റ്റാവിങ് ഫോർ യുവർ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ്. ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന പ്രൊഡക്റ്റ് ശരിക്കും മാർക്കറ്റിന് ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ മാർക്കറ്റിൽ ഇതിനെക്കുറിച്ച് റിക്വയർമെൻറ്റ് ഉള്ളതാണോ, നിങ്ങൾ കൊടുക്കുന്ന പ്രൊഡക്റ്റ് ആളുകൾക്ക് ശരിക്കും നെസസിറ്റി ഉള്ള നീഡ് ഉള്ള ഒരു പ്രൊഡക്റ്റ് ആണോ നിങ്ങൾ നോക്കണം. പലപ്പോഴും കണ്ടേക്കുന്ന ഒരു ബിസിനസ് സ്ട്രാറ്റജി അല്ലെങ്കിൽ ആളുകൾ ചെയ്യുന്ന ഒരു ഫോർമുല എന്ന് പറയുന്നത്, അവർ നേരെ ഒരു ബിസിനസ് ഐഡിയ ഉണ്ടാക്കും, എന്നിട്ട് ഒരു 3-4 പേരൊക്കെ ആയിട്ട് ഡിസ്കസ് ചെയ്യും, നേരെ ബിസിനസ് പോയി രജിസ്റ്റർ ചെയ്യും, ലോഗോ ക്രിയേഷൻ, ഡിസൈനിങ് അല്ലെ മാർക്കറ്റേഴ്സിനെയൊക്കെ അവർ ഹയർ ചെയ്യും, ഒരു സ്പേസ് എടുക്കും, അവർ നേരെ ബിസിനസ്സിൻ്റെ ഫസ്റ്റ് സെയിൽ അതിനുശേഷമാണ് അവർ ട്രൈ ചെയ്ത് നോക്കുക. പലപ്പോഴും ഈ സ്ട്രാറ്റജി ഫെയിലാവും, അല്ലെങ്കിൽ അവരുടെ ഐഡിയ പോലും ഫെയിലായി പലപ്പോഴും ക്ലോസ് ആയി പോകും നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മുടെ ചുറ്റും തന്നെ നമുക്ക് കാണാൻ പറ്റും. ഒരുപാട് ദൂരത്തേക്കൊന്നും നമ്മൾ നോക്കണ്ട. ഇത് എന്തുകൊണ്ടാണ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവരുടെ പ്രൊഡക്റ്റ് അവർ ഒരു തവണ പോലും സെയിൽ ചെയ്ത് നോക്കിയിട്ടില്ല. അവരൊരു ഐഡിയ ഉണ്ടാക്കി നേരെ തന്നെ അവർ പോയിട്ട് ഹോട്ടലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബിസിനസ് സെറ്റപ്പോ അല്ലെങ്കിൽ സർവീസോ പ്രൊഡക്റ്റോ ഒക്കെ അവർ നേരെ അതിനുശേഷമാണ് അവർ സെല് ചെയ്ത് നോക്കുന്നത്. ആളുകൾക്ക് വേണോ വേണ്ടയോ എന്ന് പോലും അവർ നോക്കുന്നില്ല. ഇപ്പം ഞാൻ പറയുന്ന ടിപ്പ് അല്ലെങ്കിൽ ആളുകൾ ഫോളോ ചെയ്തേക്കുന്ന സക്സസ് ആയിരിക്കുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത്, നിങ്ങളൊരു പൈലറ്റ് ടെസ്റ്റ് ചെയ്ത് നോക്കണം. നിങ്ങളുടെ പ്രൊഡക്റ്റ് നിങ്ങൾ മാർക്കറ്റിലേക്ക് വെറുതെ ഇറക്കി നോക്കുക. എന്നിട്ട് നിങ്ങൾ നോക്കുക അതിന് ട്രാക്ഷൻ കിട്ടുന്നുണ്ടോ, ആ പ്രൊഡക്റ്റ് ശരിക്കും ആളുകൾക്ക് ആവശ്യമുണ്ടോ എന്ന് നിങ്ങൾ നോക്കുക. നിങ്ങൾ അങ്ങനെ ചെയ്ത് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഏകദേശം. ഇത് നിങ്ങളുടെ ചെറിയ മാർക്കറ്റ് എടുത്തിട്ട് അവിടെ തന്നെ നിങ്ങൾ നോക്കുക. ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു ഷോപ്പിൽ കൊണ്ടുപോയി നിങ്ങളുടെ ഒരു പ്രൊഡക്റ്റ് ഉണ്ട്, വെച്ച് നോക്കുക. ആളുകളോട് പറയും ഒരു 10 പീസ് വെറുതെ വെച്ച് നോക്കുക, ചേട്ടാ ഇത് സെയിൽ ആവുന്നുണ്ടോ എന്ന് നോക്കുക. അങ്ങനെ എന്തും ആയിക്കോട്ടെ, ഇത് ഞാൻ ജസ്റ്റ് ഒരു ഐഡിയ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾ നോക്കുക ഇത് സെയിൽ ആവുന്നുണ്ട് എന്നുണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾ ബിസിനസ്സിലേക്ക് ഇറങ്ങേണ്ടത്. ഇനി നിങ്ങൾ ബിസിനസ്സിലേക്ക് ഇറങ്ങുന്നതിന് മുന്നേ നോക്കേണ്ട 2 കാര്യങ്ങളും കൂടിയുണ്ട്. നിങ്ങൾക്ക് സേവിങ്സ് അക്കൗണ്ട് ആണെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് നിങ്ങൾ ഒരിക്കലും എമൗണ്ട് നോക്കാനായിട്ട് ചെയ്യരുത്. ബിക്കോസ് നിങ്ങളുടെ അക്കൗണ്ട് തന്നെ അവർ ക്ലോസ് ചെയ്യും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട മെത്തേഡ് എന്ന് പറഞ്ഞാൽ, നിങ്ങളൊരു കറണ്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം ബാങ്കിൽ. എന്നിട്ട് ശേഷമായിരിക്കണം നിങ്ങൾ ഇതിൻ്റെ സെയിൽസ് ആക്ച്വലി ടെസ്റ്റ് ചെയ്ത് നോക്കേണ്ടത്. രണ്ടാമത്തെ രീതി എന്ന് പറയുന്നത്, നിങ്ങളുടെ പ്രൊഡക്റ്റിന് ഒരു 10 ലക്ഷമെങ്കിലും റവന്യൂ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. അതങ്ങനെയാണെങ്കിൽ മാത്രമാണ് നിങ്ങളുടെ ബിസിനസ്സിന് ഒരു ഫ്യൂച്ചർ ഉള്ളതും നിങ്ങൾ ബിസിനസ്സിലേക്ക് ഇറങ്ങേണ്ടത്. അല്ലാന്നുണ്ടെങ്കിൽ റീതിങ്ക് യുവർ സ്ട്രാറ്റജി, റീതിങ്ക് യുവർ മാർക്കറ്റിംഗ് ഐഡിയ, റീതിങ്ക് അബൌട്ട് യുവർ പ്രൊഡക്റ്റ് സർവീസ് യു ആർ പ്ലാനിങ് ടു ലോഞ്ച്. അതിനുശേഷം മാത്രമായിരിക്കണം നിങ്ങൾ ഒരു ബിസിനസ് ഐഡിയ ആയിട്ട് മാർക്കറ്റിലേക്ക് ഇറങ്ങേണ്ടത്. രണ്ടാമത്തെ ടിപ്പ് എന്ന് പറയുന്നത്, മാർക്കറ്റിംഗ് ഈസ് നോട്ട് ജസ്റ്റ് അബൌട്ട് പ്രൊമോട്ടിംഗ് ഓർ സെല്ലിംഗ് യുവർ സർവീസസ്. നിങ്ങൾ ഒരിക്കലും ഒരു മാർക്കറ്റിംഗ് ചെയ്യേണ്ടത്, ഓക്കെ ഈ പ്രൊഡക്റ്റ് ഈ ഒരു തവണത്തേക്ക് വിൽക്കണം, അല്ലെങ്കിൽ ഈ ഒരു സർവീസ് ഈ ഒരു തവണത്തേക്ക് ആളുകളെ അട്രാക്ട് ചെയ്ത് അവരെ കൊണ്ട് മേടിപ്പിക്കണം എന്നുള്ളതായിരിക്കരുത്. ഒരു തവണ നിങ്ങളുടെ പ്രൊഡക്റ്റ് വാങ്ങിയ ഒരാൾ, ഒരു തവണ നിങ്ങളുടെ സർവീസ് യൂസ് ചെയ്ത ഒരാൾ, അയാൾ വീണ്ടും വരണം. നിങ്ങൾക്ക് നിങ്ങളുടെ കസ്റ്റമേഴ്സിനെ റീറ്റെയിൻ ചെയ്യാൻ പറ്റുവാണെങ്കിൽ മാത്രമായിരിക്കും നിങ്ങളുടെ ബിസിനസ് എന്നും സർവൈവ് ചെയ്യുക, അല്ലെങ്കിൽ അത് പ്രോഫിറ്റബിൾ ആവുക. നിങ്ങൾക്ക് ഇതിനെ ഏതും ചിന്തിച്ച് നോക്കാവുന്നതാണ്. ലെറ്റ്സ് സേ ഫോർ എക്സാമ്പിൾ, നിങ്ങളിപ്പോൾ ഒരു വാട്സപ്പ് യൂസ് ചെയ്യുന്ന ആളാണ്. ഒരു തവണ നിങ്ങൾ വാട്സപ്പ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല, നിങ്ങൾ പിന്നെ വാട്സപ്പ് യൂസ് ചെയ്തില്ല എന്നുണ്ടെങ്കിലോ, നിങ്ങൾക്ക് വീണ്ടും അതിലേക്ക് അവർ വിളിക്കാതെ തന്നെ കടന്നു വരാനും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ തോന്നണം. അപ്പോഴായിരിക്കും ഒരു പ്രൊഡക്റ്റ് സക്സസ് ആവുക. നിങ്ങൾക്ക് സേ ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു റെസ്റ്റോറൻറ്റ് നിങ്ങളുടെ നാട്ടിലുള്ള കൺസിഡർ ചെയ്യാം. ഒരു തവണ അവർക്ക് ചിലപ്പോൾ ഒരു മാർക്കറ്റിംഗ് ഗിമ്മിക്കൊക്കെ കാണിച്ച് നിങ്ങൾ അങ്ങോട്ട് കൊണ്ടുവരാനായിട്ട് പറ്റും. വീണ്ടും നിങ്ങൾ അങ്ങനെ കൊണ്ടുവരാൻ പറ്റുമോ? ഇല്ല. ഓഫർ വെച്ചിട്ടൊന്നും നിങ്ങൾ വരില്ല. നിങ്ങൾ എന്തുകൊണ്ടായിരിക്കും വരുന്നത്? അവിടുത്തെ ടേസ്റ്റ് അല്ലെങ്കിൽ അവിടുത്തെ സർവീസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഇഷ്ടപ്പെടുന്ന, നിങ്ങൾ അട്രാക്ട് ചെയ്യുന്ന എന്തെങ്കിലും കാര്യങ്ങൾ അവിടെ ഉണ്ടാവണം. അങ്ങനെയാണെങ്കിൽ മാത്രമായിരിക്കും നിങ്ങൾ അവിടെ വീണ്ടും റീവിസിറ്റ് ചെയ്യുകയും വീണ്ടും അവരുടെ കസ്റ്റമർ ആവുകയും ചെയ്യുക. നിങ്ങൾക്ക് അതിനെ ലുലുമാൾ തന്നെ ഒരു എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. ഒരു തവണ നിങ്ങൾ ലുലുമാളിൽ പോയി, വീണ്ടും നിങ്ങൾ പോയില്ല എന്നുണ്ടെങ്കിലോ, നമ്മൾ ആരെങ്കിലും വീണ്ടും ഒരു ഓഫർ കാണിച്ചിട്ടാണ് വിളിക്കുന്നത് നിങ്ങൾ തെറ്റിദ്ധരിക്കുന്നുണ്ടോ? വെറുതെയാണത്. നിങ്ങൾക്ക് ലുലുമാൾ ഇഷ്ടമായതുകൊണ്ടാണ് അവർ വീണ്ടും ഓഫർ ഇട്ടാലും നിങ്ങൾ അവിടെ പോകുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമല്ലാന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും ഒരിക്കലും പോയില്ല. അപ്പോൾ ഇതായിരിക്കണം നിങ്ങളുടെ എപ്പോഴും രണ്ടാമത്തെ സ്ട്രാറ്റജി അല്ലെങ്കിൽ രണ്ടാമത്തെ ടിപ്പ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത്. മൂന്നാമത്തെ ടിപ്പ്, പ്രൊഡക്റ്റ് വേഴ്സസ് മാർക്കറ്റിംഗ്. പലപ്പോഴും കണ്ടേക്കുന്ന ഒരു രീതി ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് നല്ലൊരു പ്രൊഡക്റ്റ് ഉണ്ടോ, അപ്പോൾ മാർക്കറ്റിംഗ് ചെയ്തില്ലെങ്കിലും അത് നന്നായിക്കോളും, അല്ലെങ്കിൽ ആ ബിസിനസ് വിജയിച്ചോളും, ബിക്കോസ് എൻ്റെ പ്രൊഡക്റ്റ് നല്ലതാണല്ലോ എന്ന് ചിന്തിക്കുന്ന ആളുകളാണ്. അല്ലെങ്കിൽ എത്ര മോശം പ്രൊഡക്റ്റ് ആണെങ്കിലും കുറച്ച് മാർക്കറ്റിംഗ് തിയറിയും അല്ലെങ്കിൽ സ്ട്രാറ്റജീസും ഐഡിയാസും ഒക്കെ എനിക്കുണ്ട്, ഞാൻ നല്ലൊരു മാർക്കറ്ററാണ്, അതുകൊണ്ട് എത്ര മോശം പ്രൊഡക്റ്റിനെയും എനിക്ക് വിജയിപ്പിക്കാം എന്ന് പറയുന്ന പല ആളുകളും ഞാൻ കണ്ടിട്ടുണ്ട്. തെറ്റായ ധാരണയാണ്. എപ്പോഴും നിങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ബാലൻസ് ആണ്. നിങ്ങളുടെ പ്രൊഡക്റ്റും നല്ലതായിരിക്കണം, നിങ്ങളുടെ മാർക്കറ്റിംഗ് നല്ലതായിരിക്കണം. എങ്കിൽ മാത്രമാണ് നിങ്ങളുടെ ബിസിനസ്സിന് ഒരു ഫ്യൂച്ചർ ഉണ്ടാകുന്നത്. നിങ്ങൾക്ക് ഇതിന് ഏത് രീതിയിലും ചിന്തിച്ച് നോക്കാവുന്നതാണ്. ഇനി ഞാൻ ഒരു എക്സാമ്പിളായിട്ട് കുറച്ച് എക്സാമ്പിൾസ് പറയാം, അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഇത് കണക്ട് ആവും ഞാൻ എന്താ പറയാൻ ശ്രമിക്കുന്നത്. നല്ല പ്രൊഡക്റ്റ് ആയിരുന്നു, പക്ഷേ മാർക്കറ്റിംഗ് മോശമായതുകൊണ്ട് തോറ്റു പോയേക്കുന്നത്, അല്ലെങ്കിൽ ഫെയിൽ ആയി പോയേക്കുന്നത്, അല്ലെങ്കിൽ സക്സസ്ഫുൾ ആവാതെ പോയ കുറച്ച് ബിസിനസ് ഐഡിയാസ് ഞാൻ പറയാം. ലെറ്റ്സ് സേ ഫോർ എക്സാമ്പിൾ, മിൽമയുടെ ഫ്രൂട്ട് ജ്യൂസ്. നിങ്ങൾക്ക് എത്ര പേർക്ക് മിൽമയുടെ ഫ്രൂട്ട് ജ്യൂസ് അറിയാം? മിൽമ എന്ന ബ്രാൻഡിന് നിങ്ങൾക്ക് അറിയാം, പക്ഷേ മിൽമയുടെ ഫ്രൂട്ട് ജ്യൂസ് നിങ്ങൾക്ക് അറിയോ? ഇല്ല, അറിയില്ല. 90% ആളുകൾക്കും അത് അറിയുന്നുണ്ടാവില്ല. എന്തുകൊണ്ടാണ്? പ്രൊഡക്റ്റ് നല്ലതായിരുന്നു, പക്ഷേ ആളുകളിലേക്ക് അതിനെ കറക്റ്റായിട്ട് മാർക്കറ്റ് ചെയ്ത് പൊസിഷൻ ചെയ്തില്ല.
അറിയില്ലാത്തത് കൊണ്ട് തന്നെ ആളുകൾ അത് വാങ്ങിയില്ല, അവരുടെ സെയിൽസ് താഴെ പോയി. ഇനി രണ്ടാമത്തെ ഒരു ഇതെന്ന് പറയുന്നത് നമുക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. രണ്ടാമത്തെ ഒരു ഐഡിയ ഇതുപോലെ ഫെയിൽ ആയിപ്പോയെന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് നാനോ കാർ. ടാറ്റ ഒത്തിരി പോപ്പുലർ ആയിരിക്കുന്ന ഒരു കമ്പനിയാണ് ടാറ്റ. രത്തൻ ടാറ്റ ഒത്തിരി വിഷനോടുകൂടി ലോഞ്ച് ചെയ്തൊരു പ്രൊഡക്റ്റ് ആയിരുന്നു നാനോ കാർ എന്ന് പറയുന്നത്. പക്ഷേ അത് മാർക്കറ്റിൽ ഒരു ഫെയിൽഡ് പ്രൊഡക്റ്റാണ്. എന്തുകൊണ്ടാണ്? അവരതിനെ പൊസിഷൻ ചെയ്ത രീതിയാണ് തെറ്റിപ്പോയത്. അവരതിനെ പൊസിഷൻ ചെയ്തത് ഇന്ത്യാസ് ചീപ്പസ്റ്റ് കാർ എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ചീപ്പസ്റ്റ് എന്നുള്ളത് എവിടെയൊക്കെയോ ആളുകളുടെ ഒരു ഈഗോനെ ഹേർട്ട് ചെയ്യും. അയ്യോ ഈ പ്രൊഡക്റ്റ് വാങ്ങിയത് ഭയങ്കര ഒട്ടും പൈസ ഇല്ലാത്ത ആളുകൾ വാങ്ങുന്നതാണല്ലോ എന്നുള്ളൊരു ചിന്താഗതി ആളുകളുടെ ഇടയിൽ സൊസൈറ്റിയിൽ എവിടെയൊക്കെയോ അറിഞ്ഞോ അറിയാതെ രൂപപ്പെട്ടു. പിന്നെ ഭാഗമായിട്ട് എല്ലാവരും ചിന്തിച്ചത് ഓക്കെ എനിക്ക് എന്തെങ്കിലും ഒരു രീതി ഉണ്ടെങ്കിൽ EMI എടുത്തിട്ടോ ലോൺ എടുത്തിട്ടോ ആണെങ്കിൽ പോലും ഞാനും മേടിക്കരുത്, അതിന് മേളിലുള്ള ഒരു കാർ മേടിക്കണം എന്നുള്ള രീതിയിലേക്കാണ്. അപ്പോൾ അയാൾ ഒത്തിരി വിഷനോട് കൂടി രത്തൻ ടാറ്റ ഒത്തിരി വിഷനോട് കൂടി ലോഞ്ച് ചെയ്ത പ്രൊഡക്റ്റ് ആണെങ്കിലും ഈ ചീപ്പസ്റ്റ് കാർ എന്നുള്ള പൊസിഷൻ കാരണം മാത്രം ആ പ്രൊഡക്റ്റ് മാർക്കറ്റിൽ ഫെയിൽ ആവും. ആളുകൾ ഗതി കെട്ടിട്ടാണെങ്കിലും ലോൺ എടുത്തിട്ടാണെങ്കിലും ഇല്ലാത്ത പൈസ മുടക്കിയിട്ടാണെങ്കിലും അതിനേക്കാളും മേളിലുള്ള കാറുകൾ വാങ്ങാനായിട്ട് ടെൻഡൻസി കാണിച്ചു. അതുകൊണ്ട് തന്നെ ആ പ്രൊഡക്റ്റ് ഫെയിൽ ആയിപ്പോയി. അതുകൊണ്ട് മാർക്കറ്റിങ്ങും പ്രൊഡക്റ്റും എപ്പോഴും ഒരുപോലെ ബാലൻസ് ചെയ്ത് പോയാൽ മാത്രമേ വിജയിക്കുള്ളൂ. ഇനി വേറൊരു കേസ് എടുക്കാവുന്നത് പ്രൊഡക്റ്റ് നല്ലതല്ലായിരുന്നു, മാർക്കറ്റ് ചെയ്ത് വിജയിപ്പിക്കാൻ നോക്കിയിട്ട് നടക്കാത്ത പോയ പ്രൊഡക്റ്റ് പറയാം. ത്രെഡ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് മെറ്റ ഈ ഇടയ്ക്ക് ലോഞ്ച് ചെയ്ത ത്രെഡ് എന്ന് പറയുന്ന ആപ്പ്. ത്രെഡ് ആക്ച്വലി ഒരു ഫെയിൽഡ് പ്രൊഡക്റ്റാണ്. എന്തുകൊണ്ടാണ്? ആ പ്രൊഡക്റ്റ് കൊള്ളില്ല. അതുകൊണ്ട് അവർ എത്ര അഗ്രസീവ് മാർക്കറ്റിംഗ് ചെയ്തിട്ടും ആ പ്രൊഡക്റ്റിന് അവർക്ക് വിജയിപ്പിക്കാൻ പറ്റില്ല. ഇതുപോലെ അവർ അഗ്രസീവ് മാർക്കറ്റിംഗ് ചെയ്തൊരു പ്രൊഡക്റ്റായിരുന്നു ഇൻസ്റ്റാഗ്രാം. അത് പലയിടത്തുനിന്നും കോപ്പി ചെയ്ത് അവർ രൂപപ്പെടുത്തിയ ഒരു ആപ്പായിരുന്നു. പക്ഷെ അത് വിജയിച്ചു. എന്തുകൊണ്ടാണ്? ആ ആപ്പ് യൂസ് ചെയ്തപ്പോൾ ആളുകൾക്ക് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് അവർ അഗ്രസീവ് മാർക്കറ്റിംഗ് ചെയ്തപ്പോഴും ആ ആപ്പ് കൂടുതൽ സക്സസ്ഫുള്ളായി. പ്രൊഡക്റ്റ് കൊള്ളില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര രീതിയിൽ മാർക്കറ്റ് ചെയ്തിട്ടും കാര്യം ഉണ്ടാവില്ല. ഇതുപോലെ നിങ്ങൾക്ക് ഗൂഗിളിനും മെറ്റയ്ക്കൊക്കെ ഒത്തിരി പ്രൊഡക്ട്സുകൾ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. ഗൂഗിൾ പ്ലസ് ഒക്കെ നിങ്ങൾ കേട്ടിട്ടുള്ളതായിരിക്കും. ഗൂഗിൾ പ്ലസ് ഒന്നും ഇല്ല. എന്തുകൊണ്ടാണ്? ഗൂഗിൾ ഇതുപോലെ ലോഞ്ച് ചെയ്തിട്ട് പ്രൊഡക്റ്റ് കൊള്ളത്തില്ലാത്തതുകൊണ്ട് ആളുകൾ റിജക്ട് ചെയ്തു. അവർക്ക് ആ പ്രൊഡക്റ്റ് തിരിച്ച് എടുക്കേണ്ടി വന്നു. അങ്ങനെ ഒത്തിരി പ്രൊഡക്ട്സുകൾ നമ്മുടെ മാർക്കറ്റിൽ സക്സസ്ഫുൾ ആകുന്ന ഒത്തിരി ബ്രാൻഡ്സിന് തന്നെ ഉണ്ട്. നമ്മൾ എപ്പോഴും ചെയ്യേണ്ടത് നമ്മുടെ പ്രൊഡക്റ്റ് നല്ലതാണോ നമ്മൾ മേക്ക് ഷുവർ ചെയ്യണം ലോഞ്ച് ചെയ്യുന്നതിന് മുന്നേ. രണ്ടാമത് അതിൻ്റെ മാർക്കറ്റിംഗ് അതിന് കറക്റ്റായിട്ടുള്ള രീതിയിൽ മാർക്കറ്റിംഗ് ചെയ്യണം. എന്നാൽ മാത്രമായിരിക്കും അതിന് ഫ്യൂച്ചർ ഉണ്ടാവുകയും അത് സക്സസ്ഫുൾ ആവുകയും ചെയ്യുന്നത്. നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഓർഗാനിക് വേഴ്സസ് പെയ്ഡ് മാർക്കറ്റിംഗ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും ഓർഗാനിക് മാർക്കറ്റിംഗ് എന്താണ്, പെയ്ഡ് മാർക്കറ്റിംഗ് എന്താണെന്നുള്ളത്. പല ആളുകളുടെയും വിചാരം ഓർഗാനിക് മാർക്കറ്റിങ്ങിന് ഇൻവെസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, അത് ഭയങ്കര ഈസി ആണല്ലോ, 10 പൈസ മുടക്കില്ലാതെ ചെയ്യാൻ പറ്റുന്ന കാര്യമാണല്ലോ എന്നുള്ളതാണ്. വെറും തെറ്റായ ധാരണയാണ്. ഇനി രണ്ടാമത്തെ കാര്യം, പെയ്ഡ് മാർക്കറ്റിംഗ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ കുറച്ച് പൈസ കൊണ്ട് ആഡ്സിൽ മുടക്കുക, നിങ്ങൾക്ക് ഒത്തിരി ലീഡ്സ് കിട്ടും, നേരെ സെയിൽസ് ആക്കാം, റവന്യൂ കിട്ടും എന്നുള്ളതാണ്. ഇതും തെറ്റായ ധാരണയാണ്. ആക്ച്വലി ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർഗാനിക് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് സ്പെൻഡിങ് ഡയറക്റ്റ്ലി നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല എന്നുള്ളതുള്ളൂ. പക്ഷേ അതിന് നിങ്ങൾക്ക് ടൈം ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആഡ്സിൽ സ്പെൻഡ് ചെയ്യുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഓർഗാനിക് മാർക്കറ്റിങ്ങിന്. പക്ഷേ നിങ്ങൾക്ക് വേറെ കുറേ കാര്യങ്ങൾക്ക് സ്പെൻഡിങ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു എംപ്ലോയിനെ എടുക്കുന്നു, അയാളെ കൊണ്ട് നിങ്ങൾ ഷൂട്ട് ചെയ്യിപ്പിക്കുന്നു, അല്ലെങ്കിൽ ആങ്കറിങ് ചെയ്യുന്നു, അല്ലെങ്കിൽ എഡിറ്റ് ചെയ്യിപ്പിക്കുന്നു, അല്ലെങ്കിൽ ഡിസൈൻ ചെയ്യിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ അയാൾക്ക് നിങ്ങൾ സാലറി കൊടുക്കണം. പിന്നെ നിങ്ങളുടെ ടൈം മുഴുവൻ നിങ്ങൾ ഈ ഓർഗാനിക് മാർക്കറ്റിങ്ങിന് വേണ്ടി നിങ്ങൾ സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങളുടെ ടൈം എന്ന് പറയുന്നതിന് വലിയൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഇതുപോലെ നിങ്ങൾക്ക് ഓഫീസ് സെറ്റപ്പ് വേണമായിരിക്കും, നിങ്ങൾക്ക് ക്യാമറ വേണമായിരിക്കും, നിങ്ങൾക്ക് എഡിറ്റിംഗ് ടൂൾസ് വേണമായിരിക്കും, പലതരം വേറെ ടൂൾസുകൾ നിങ്ങൾക്ക് വേണമായിരിക്കും. ഇതിനൊക്കെ നിങ്ങൾക്ക് സ്പെൻഡിങ് ഉണ്ട്, നിങ്ങൾ അറിയുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഓർഗാനിക് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഫ്രീ മാർക്കറ്റിംഗ് ആണെന്നുള്ളത് തന്നെ തെറ്റാണ്. അതിന് നിങ്ങൾക്ക് വരുന്ന ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ ടൈമാണ്. പേഷ്യൻസ് ലെവൽ നിങ്ങൾക്ക് വേണം. ഇനി പെയ്ഡ് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന പല ആളുകളും വിചാരിക്കുന്നത് ഓക്കെ എനിക്കൊരു പ്രൊഡക്റ്റ് ഉണ്ട് അല്ലെങ്കിൽ ഒരു സർവീസ് ഉണ്ട്, കുറച്ച് ആഡ്സിൽ കൊണ്ട് സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെയിൽ കിട്ടും അല്ലെങ്കിൽ നിങ്ങൾക്ക് റവന്യൂ കിട്ടും എന്നുള്ളതാണ്. പലപ്പോഴും ഇത് ആദ്യം കുറച്ച് വർക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ ആളുകളുടെ വിചാരം ഇങ്ങനെ തന്നെ എനിക്ക് ഫ്യൂച്ചറിലേക്കും പറ്റും എന്നുള്ളതാണ്. ഇതൊരിക്കലും വർക്കാവാൻ പോകുന്നില്ല. നിങ്ങൾക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ രണ്ടിൻ്റെ ഒരു ബ്ലെൻഡാണ്. ഇപ്പോൾ കറൻ്റ്ലി എല്ലാവർക്കും വർക്ക് ആവുന്ന ഒരു മെത്തേഡ് അല്ലെങ്കിൽ എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഓർഗാനിക്കായിട്ട് ഏറ്റവും നാച്ചുറൽ ഓർഗാനിക്കായിട്ട് നിങ്ങൾ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുക. ആ കണ്ടന്റിനെ നിങ്ങൾ പെയ്ഡ് ആഡ്സ് അല്ലെങ്കിൽ പെയ്ഡ് അഡ്വർടൈസിങ് യൂസ് ചെയ്തിട്ട് എൻഹാൻസ് ചെയ്യുക, ലിവറേജ് ചെയ്യുക, കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക, അതിൻ്റെ പ്രസൻസ് കുറച്ചും കൂടി ഫാസ്റ്റർ ആക്കുക. അപ്പോൾ ഈ ഒരു സ്ട്രാറ്റജി ആയിരിക്കണം നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത്. അഞ്ചാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് പവർ ഓഫ് സ്റ്റോറി ടെല്ലിംഗ് ആണ്. സ്റ്റോറി ടെല്ലിംഗ് നിങ്ങൾ എല്ലാവരും ചെറുപ്പം തൊട്ട് കേൾക്കുന്നതാണ്. കഥ പറച്ചിൽ അല്ലെങ്കിൽ എങ്ങനെ കഥ പറയാം. ഏറ്റവും നന്നായിട്ട് കഥ പറയുന്ന ആളുകളുടെ കഥ കേൾക്കാൻ ആളുകൾക്ക് ഇഷ്ടമാണ്. അപ്പം നിങ്ങൾ ചെയ്യേണ്ട ഒരു മെത്തേഡ് എന്ന് പറയുന്നത് നിങ്ങൾ ഏറ്റവും നന്നായിട്ട് കഥകൾ പറയാൻ നോക്കുക. കഥകളിലൂടെ നിങ്ങളുടെ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ സർവീസ് ആളുകളിലേക്ക് എത്തിക്കുക. നിങ്ങൾ അവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന, അവർക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന, അവരുടെ പരിസരങ്ങളിൽ, അവരുടെ പരിചയങ്ങളിൽ അവർ കണ്ടേക്കുന്ന കാര്യങ്ങളിലൂടെ നിങ്ങൾ കഥ പറയുമ്പോൾ അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ആളുകൾക്ക് അത് ഹുക്കാവും. ലെറ്റ്സ് സേ ഫോർ എക്സാമ്പിൾ ഇപ്പം ഞാൻ ഫേസ് ചെയ്തേക്കുന്ന ഒരു പ്രശ്നം പറയാണ്, എൻ്റെ പഠിത്തത്തിലോ ജോലിയിലോ എന്തെങ്കിലും. അത് നിങ്ങളും ആ സാഹചര്യങ്ങളിലൂടെ കടന്നു പോയതിന് ശേഷം എനിക്ക് വർക്ക് അയക്കുന്ന മെത്തേഡ് അല്ലെങ്കിൽ എനിക്ക് സക്സസ്ഫുൾ ആക്കി തന്നേക്കുന്ന ഒരു മെത്തേഡ് അല്ലെങ്കിൽ ഒരു ടൂൾ അല്ലെങ്കിൽ ഒരു ആൾ അല്ലെങ്കിൽ എങ്ങനെയായിരിക്കണം നിങ്ങളുടെ സ്ട്രാറ്റജി നിങ്ങൾ ബിൽഡ് ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ നിങ്ങൾക്കത് കണക്ട് ആവും. നേരെ പോയിട്ട് ആ ടൂളോ നേരെ പോയിട്ട് ഇന്ന സാധനമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കത് ജസ്റ്റ് ഞാൻ അതിന് പ്രൊമോട്ട് ചെയ്യുന്ന പോലെ തോന്നും. പക്ഷെ എൻ്റെ ലൈഫിൽ അതെങ്ങനെ അപ്ലൈ ചെയ്തേക്കുന്നു എന്ന് പറയുന്നതിലൂടെയാണ് നിങ്ങൾക്കത് കണക്ട് ആവുകയും നിങ്ങളത് യൂസ് ചെയ്യുകയും ചെയ്യുക. അങ്ങനെ ആയിരിക്കണം നമ്മുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ്. നമ്മളെപ്പോഴും ഒരു ബിസിനസ് ഓണർ ആണെങ്കിലും അല്ലെങ്കിൽ ഒരു ഓണ്ടർപ്രണർ ആണെങ്കിലും അല്ലെങ്കിൽ ഒരു മാർക്കറ്റർ ആണെങ്കിലും നിങ്ങൾ ചെയ്യേണ്ട മെത്തേഡ് ഈ ഒരു സ്ട്രാറ്റജി ഫോളോ ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് മാർക്കറ്റിൽ സക്സസ്ഫുൾ ആവും.
ആറാമത്തെ ടിപ്പ് എന്ന് പറയുന്ന അറ്റൻഷൻ ഈസ് കറൻസി എന്നുള്ളതാണ്. അറ്റൻഷൻ നിങ്ങൾക്ക് അറിയാം, അറ്റൻഷൻ ഗ്രാബ് ചെയ്യുക അല്ലെങ്കിൽ ആളുകളുടെ ഒരു അറ്റൻഷൻ നിങ്ങളിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് ഭയങ്കര പാടാണ്. ബിക്കോസ് എല്ലാവരും എൻ്റർടൈൻമെൻറ്റിൻ്റെ പുറകെ അല്ലെങ്കിൽ ഏറ്റവും അറ്റൻറ്റീവ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് അല്ലെങ്കിൽ സർവീസ് അല്ലെങ്കിൽ അവരുടെ ഓരോ റീലുകൾ പോലും അവർ ആ രീതിയിലാണ് ഇന്ന് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ ആളുകൾ ശ്രദ്ധിക്കുക എന്ന് പറയുന്നത് ഭയങ്കര പാടാണ്. ഇപ്പോൾ നിങ്ങളുടെ ഫോക്കസ് എല്ലാം ആ രീതിയിലായിരിക്കണം. നിങ്ങൾ ചിലപ്പോൾ പെട്ടെന്ന് സ്ട്രാറ്റജി പ്ലാൻ ചെയ്യുന്ന സമയത്ത് പല ആളുകൾ നോക്കുക, ഓക്കെ എനിക്ക് എൻ്റെ കോമ്പറ്റീറ്റേഴ്സിനെക്കാളും നന്നായിട്ട് എങ്ങനെ അറ്റൻഷൻ ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിൽ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാന്നുള്ള. പക്ഷേ ഇതായിരിക്കരുത് നിങ്ങളുടെ രീതി. ജസ്റ്റ് സേ ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ കസ്റ്റമേഴ്സ് ഒരിക്കലും കോമ്പറ്റീറ്ററുടെ പ്രൊഡക്റ്റ് നോക്കിയിട്ട് നിങ്ങളെ വന്ന് നോക്കുന്ന സമയത്ത് വാങ്ങുന്ന ആളായിരിക്കണം എന്ന് മാത്രമല്ല, അയാൾ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പോലും അയാളെ നിങ്ങളുടെ പ്രൊഡക്റ്റിലേക്കോ സർവീസിലേക്കോ ഹുക്ക് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പറ്റണം. ലെറ്റ്സ് സേ ഫോർ എക്സാമ്പിൾ, ഇപ്പം ഒരാൾ റീല് കണ്ടുകൊണ്ടിരിക്കുകയാണ്, അയാളൊരു ഡോഗ് ലവറാണ്. അപ്പോൾ അയാൾക്ക് ചിലപ്പം ഡോഗ്സിന് വേണ്ടിയിട്ടുള്ള പെറ്റ് ഫുഡ്സ് വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ഒരാളായിരിക്കും. ചിലപ്പോൾ ഇപ്പോൾ കറൻറ്റ്ലി അയാൾക്ക് ആവശ്യം ഉണ്ടാവില്ല, പക്ഷേ അയാൾക്ക് നാളെയോ മറ്റന്നാളോ അടുത്ത ആഴ്ചയോ അതിൻ്റെ അടുത്ത മാസമൊക്കെ ആയിട്ട് വരുന്ന ഒരാളായിരിക്കും. സ്ഥിരമായിട്ട് അയാൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് മേടിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. അപ്പോൾ അയാൾ റീല് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പോലും നിങ്ങളുടെ കണ്ടന്റ് ഭയങ്കര അട്രാക്റ്റീവ് അല്ലെങ്കിൽ ക്രിയേറ്റീവാണ്, അയാളുടെ അറ്റൻഷൻ ഗ്രാബ് ചെയ്യാൻ പറ്റുന്നതാണെന്നുണ്ടെങ്കിലോ അയാൾ ആ കണ്ടന്റ് അല്ലെങ്കിൽ ആ റീൽ അയാൾ ഫുള്ളായിട്ട് കാണുകയും അതിനുശേഷം അയാൾ ഇങ്ങനൊരു പ്രൊഡക്റ്റ് ഉണ്ട് എന്ന് കാണിയിരിക്കും. ചിലപ്പോൾ അയാൾ ഓർക്കും എനിക്ക് അടുത്ത മാസത്തേക്ക് അല്ലെങ്കിൽ അടുത്ത ആഴ്ചത്തേക്ക് എന്തായാലും വാങ്ങണം എന്ന് ഇവരുടെ പ്രൊഡക്റ്റ് ഒന്ന് വാങ്ങി നോക്കിയാലോ എന്നുള്ളത്. അങ്ങനെയായിരിക്കണം നിങ്ങളുടെ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് ഹുക്ക് ചെയ്യേണ്ട ആളുകളെ. അപ്പോൾ എപ്പോഴും അത്രയും ക്രിയേറ്റീവായിട്ട് നിങ്ങൾ ചിന്തിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെയിൽസ് വരുന്ന വഴികൾ നിങ്ങൾ പോലും കാണില്ല. ആ രീതിയിലായിരിക്കണം. അല്ലാതെ ഒരിക്കലും കോമ്പറ്റീറ്ററിനെക്കാളും നന്നായിട്ട് പ്ലേസ് ചെയ്യുക എന്നുള്ളതല്ല, ഏറ്റവും നല്ല രീതിയിൽ ഓർഗാനിക്കായിട്ട് ക്രിയേറ്റീവായിട്ട് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കണം നിങ്ങളുടെ സ്ട്രാറ്റജി അല്ലെങ്കിൽ നിങ്ങളുടെ ടാക്ടിക്സ്. ഇനി നമുക്ക് നോക്കാവുന്ന ഏഴാമത്തെ പോയിന്റ് ഏതാണെന്നുള്ളതാണ്. ഏഴാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ബിൽഡിംഗ് ഡിസയർ വേഴ്സസ് സെല്ലിംഗ് എന്നുള്ളതാണ്. ഡിസൈർ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതായിരിക്കണം നിങ്ങളുടെ സ്ട്രാറ്റജി, ഒരിക്കലും സെല്ലിംഗ് ആയിരിക്കരുത്. ലെറ്റ്സ് സേ ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു ആപ്പിളിൻ്റെ സ്റ്റോറിലൊക്കെ പോകുമ്പോൾ കണ്ടിട്ടുണ്ടോ, അവരുടെ സെയിൽസ് പേഴ്സൺ ഒരിക്കലും നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്ന അവരുടെ പ്രൊഡക്റ്റ് സെല്ല് ചെയ്യുക എന്നുള്ള രീതിയിലായിരിക്കില്ല. നിങ്ങളുടെ ക്വയറീസ് അല്ലെങ്കിൽ നിങ്ങളുടെ റിക്വയർമെൻറ്റ് എന്താണോ അതെങ്ങനെ ആപ്പിൾ പ്രൊഡക്റ്റിന് സോൾവ് ചെയ്ത് തരാൻ പറ്റും, എങ്ങനെയായിരിക്കും ആപ്പിൾ പ്രൊഡക്റ്റ് നിങ്ങളുടെ ലൈഫിലേക്ക് യൂസ്ഫുൾ ആവുക, നിങ്ങൾ എന്തുകൊണ്ട് ആപ്പിൾ പ്രൊഡക്റ്റ് വാങ്ങണം എന്നുള്ള രീതിയിൽ നിങ്ങളുടെ ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യുക എന്നുള്ള രീതിയിലാണ്. അവരൊരിക്കലും നിങ്ങൾക്ക് ഒരു പ്രൊഡക്റ്റ് സെല്ല് ചെയ്യുക എന്നുള്ള മൈൻഡ് സെറ്റിലായിരിക്കില്ല നിങ്ങൾ ഡീൽ ചെയ്യുന്നത്. ഇങ്ങനെയായിരിക്കണം നിങ്ങൾ ഇന്നത്തെ കാലത്ത് ഡീൽ ചെയ്യേണ്ടത്. ബിക്കോസ് പണ്ട് നമ്മളൊരു 5 വർഷം അല്ലെങ്കിൽ 10 വർഷം മുന്നേ ഒക്കെ നോക്കുകയാണെങ്കിൽ, ബിഫോർ കോവിഡ് ഒക്കെ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് കുറേയൊക്കെ വർക്ക് ആകുമായിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്, കസ്റ്റമേഴ്സ് ഒത്തിരി ഇൻ്റലിജൻ്റ് ആണ്. അവരുടെ മുമ്പിലേക്ക് ഒരു ഫിംഗർ ടിപ്പിൽ പോലും പ്രൊഡക്റ്റ് കിട്ടുന്ന കാലഘട്ടമാണ്. ഒരു സ്റ്റോറിൽ വന്ന് നോക്കിയിട്ട് മാക്സിമം ആളുകൾ റിറ്റൻഷനായി അല്ലെങ്കിൽ അവർ പോവുക എന്നുള്ളത് എന്തുകൊണ്ടാണ്, അവരവിടെ നിന്ന് ഇറങ്ങി പോവുക, പലപ്പോഴും വാങ്ങാറില്ല എന്നുള്ളത് എന്തുകൊണ്ടാണ് തന്നെ. ബിക്കോസ് അവർ നിങ്ങളെ കാണുന്ന സമയത്ത് നിങ്ങൾ സെല്ല് ചെയ്യാനായിട്ട് നോക്കുന്നുണ്ടെങ്കിൽ അവർക്കൊരു ഓക്വേർഡ്നെസ് തോന്നും. അവർ പലപ്പോഴും മേടിക്കാം എന്ന് വന്നാലും ഇയാളുടെ ഒരു ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ഇയാൾ സെല്ല് ചെയ്യാൻ നോക്കുന്ന കാണുമ്പോൾ തന്നെ അവർ പലപ്പോഴും എൻ്റെ ക്വയറി ആൻസർ ചെയ്യുന്നതിനേക്കാളും കൂടുതൽ അയാൾ കച്ചവടം നടക്കാനാണ് നോക്കുമ്പോൾ തന്നെ ആളുകൾ പോവും. അപ്പോൾ ഒരിക്കലും നിങ്ങൾ ആ രീതിയിലായിരിക്കരുത്. എല്ലാ സക്സസ്ഫുൾ ആയിട്ടുള്ള ബ്രാൻഡ്സുകളും അവരൊരു പൊസിഷൻ കീപ്പ് ചെയ്യുന്നുണ്ടാവും, ഒരു സ്റ്റാൻഡേർഡ്സ് കീപ്പ് ചെയ്യുന്നുണ്ടാവും. ആ സ്റ്റാൻഡേർഡ്സും ആറ്റിറ്റ്യൂഡും കൊണ്ട് തന്നെ അവർ നാളെ നിങ്ങളിലേക്ക് വരും. ഇന്ന് നടന്നില്ല എന്നുണ്ടെങ്കിലും ആ കച്ചവടം നാളെ നിങ്ങൾക്ക് തന്നെ കിട്ടും. അങ്ങനെ ആയിരിക്കണം നിങ്ങളുടെ ടാക്ടിക്സ്. ഒരിക്കലും അപ്പം സെല്ല് ചെയ്യുക എന്നുള്ളതല്ല, എപ്പോഴത്തേക്കും ഇയാൾ എന്നെ ട്രസ്റ്റ് ചെയ്യും, ഒരു ട്രസ്റ്റ് ബിൽഡ് ചെയ്ത് ഒരു ഡിസൈർ ക്രിയേറ്റ് ചെയ്യാൻ നോക്കണം. അപ്പോൾ അവർ ഒബ്വിയസ്ലി നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ അവർ നിങ്ങളുടെ കസ്റ്റമർ ആവും. അപ്പോൾ ഈ രീതിയിൽ നിങ്ങളുടെ സ്ട്രാറ്റജി നിങ്ങൾ ഫോർമുലേറ്റ് ചെയ്യുക, ഡെഫിനറ്റ്ലി നിങ്ങളുടെ ബിസിനസ് സക്സസ്ഫുൾ ആവുന്നതായിരിക്കും. എട്ടാമത്തെ ടാക്ടിക് എന്ന് പറയുന്നത് നിങ്ങളുടെ പ്രൈസിങ് സ്ട്രാറ്റജിയാണ്. ഇതെല്ലാവർക്കും അറിയാം, പക്ഷേ പലപ്പോഴും ആളുകൾ ഫെയിൽ ആവുന്ന അല്ലെങ്കിൽ അവർക്ക് പ്രശ്നം വരുന്നത് ഈ ഒരു ഏരിയയിലാണ്. ബിക്കോസ് പല ആളുകളും പറയുന്നത് എനിക്ക് ഇത്തരം പ്രൈസ് കുറച്ച് കൊടുക്കണമെന്നുണ്ട്, പക്ഷേ എൻ്റെ പ്രൊഡക്ഷൻ കോസ്റ്റ് ഇത്രയും വരുന്നുണ്ട്, അല്ലെങ്കിൽ എനിക്ക് ഇത്രയും ചിലവ് വരുന്നുണ്ട്, അതുകൊണ്ട് എൻ്റെ പ്രൊഡക്റ്റ് ഈ ഒരു പ്രൈസിൽ പ്ലേസ് ചെയ്യാൻ പറ്റുന്നുള്ളൂ എന്നുള്ളത് പലപ്പോഴും കണ്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എപ്പോഴും നോക്കേണ്ട ഒറ്റ രീതിയിലാണ്, നിങ്ങളുടെ കോമ്പറ്റീറ്റേഴ്സോ മാർക്കറ്റ് സ്റ്റാൻഡേർഡ്സോ എല്ലാം ഇടുക. നിങ്ങളുടെ കസ്റ്റമർ നിങ്ങളുടെ പ്രൊഡക്റ്റ് വാങ്ങാൻ പോകുന്ന ഒരാൾക്ക് ആ കസ്റ്റമറുടെ മൈൻഡ് സെറ്റ് നിങ്ങൾ ആലോചിക്കണം. നിങ്ങളുടെ കുടുംബത്തിലുള്ള ആളുകളോട് തന്നെ നിങ്ങൾ സംസാരിച്ച് നോക്കണം, ഈ പ്രൈസിൽ ഈ പ്രൊഡക്റ്റ് എൻ്റെ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളത് വാങ്ങുമോ എന്നുള്ള രീതിയിൽ ആലോചിച്ച് നോക്കണം. അങ്ങനെ വാങ്ങുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രൊഡക്റ്റ് ഫെയിൽ ആവും. അപ്പോൾ നിങ്ങൾ എപ്പോഴും ആലോചിക്കേണ്ടത് കസ്റ്റമറിന് തോന്നണം, എൻ്റെ ഈ പ്രൊഡക്റ്റ് ഞാൻ ഈ പ്രൈസിന് വാങ്ങിയാൽ അതിൻ്റെ ഇരട്ടി വാല്യൂ എനിക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളത്. ആ രീതിയിലായിരിക്കണം നിങ്ങളുടെ പ്രൊഡക്റ്റ് നിങ്ങൾ പ്ലേസ് ചെയ്യേണ്ടത്. ലെറ്റ്സ് സേ ഫോർ എക്സാമ്പിൾ, നിങ്ങൾ പാലൊക്കെ നിങ്ങൾ വീട്ടിൽ മേടിക്കുന്നതല്ലേ, ഒരു 5 കൊല്ലം അല്ലെങ്കിൽ 10 കൊല്ലം മുന്നേ എങ്ങനെയായിരുന്നു അതിൻ്റെ പ്രൈസ്? ഇന്ന് ആളുകൾ അതിൻ്റെ ബോധറേഷൻ കൊണ്ട് പാല് വാങ്ങാതിരിക്കാൻ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. എന്തുകൊണ്ടാണ്? ബിക്കോസ് അവർക്ക് നെസസിറ്റിയാണ്. പലപ്പോഴും അങ്ങനെയായിരിക്കണം നിങ്ങളുടെ ടാക്ടിക്സ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്. പ്രൊഡക്റ്റ് ആളുകൾക്ക് വാല്യൂ ഒത്തിരി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ പ്രൈസ് നോക്കില്ല. അപ്പോൾ നിങ്ങളതിനെ പതുക്കെ ആയിരിക്കണം ചിലപ്പോൾ എൻഹാൻസ് കൊണ്ട് വരേണ്ടത്, അല്ലെങ്കിൽ കൂട്ടിക്കൊണ്ട് വരേണ്ടത്. അതിന് ലിവറേജ് ചെയ്യാൻ പതുക്കെ പറ്റും. പക്ഷേ ഇപ്പോൾ നിങ്ങൾ നേരെ പ്രൈസിങ്ങിൽ നിങ്ങൾ ഫോക്കസ് കൊടുത്തു കഴിഞ്ഞാൽ ആളുകൾ നിങ്ങളുടെ പ്രൊഡക്റ്റ് വാങ്ങില്ല.
ബിക്കോസ് അപ്പോൾ അവർ വേറെ കോമ്പറ്റീറ്റേഴ്സിനെ നോക്കും, അല്ലെങ്കിൽ അവർ വേറെ വഴിയുണ്ടോ എന്ന് നോക്കും. ചിലപ്പം ഓക്കെ എന്നാൽ പാല് വേണ്ട, ഇത്രയും പ്രൈസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നാലച്ചോക്കും, നാളെ കൊണ്ട് പാലിന് 1000 രൂപ വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും പോയി വാങ്ങുമോ? ഇല്ല, വാങ്ങില്ല. അപ്പോൾ അവരെന്ന് ഓർക്കും ഓക്കെ കട്ടൻ കുടിക്കാം, ഇല്ലെങ്കിൽ വേറെ എന്തൊക്കെ വഴിയുണ്ട്, വേറെ എന്തെങ്കിലുമൊക്കെ എനിക്ക് നോക്കാം എന്നുള്ള രീതി വരും. അപ്പം നമ്മൾ എപ്പോഴും നമ്മുടെ പ്രൈസിങ് സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യേണ്ട ആ ഒരു രീതിയിലായിരിക്കണം. ആളുകൾക്ക് കൂടുതൽ വാല്യൂ കിട്ടുന്നതായിട്ട് അവർക്കൊരു ഇൻഹെറിൻറ്റ് ഫീൽ അവരുടെ ഉള്ളിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നാളെ നിങ്ങൾ ഒരു 6 മാസത്തിന് ശേഷം അല്ലെങ്കിൽ ഒരു വർഷത്തിന് ശേഷം പതുക്കെ അതിൻ്റെ പ്രൈസിങ് കൂട്ടുമ്പോഴും ആളുകൾ അത് ബോധറേഷൻ ആക്കില്ല. എന്തുകൊണ്ടാണ്? ബിക്കോസ് അവർക്ക് അതിനേക്കാളും കൂടുതൽ വാല്യൂ കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. അങ്ങനെയായിരിക്കണം നിങ്ങളുടെ സ്ട്രക്ചർ അല്ലെങ്കിൽ സ്ട്രാറ്റജി നിങ്ങൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, 9ാമത്തെ ടിപ്പ് എന്ന് പറയുന്നത്, സോറി ഞാൻ കൈ കാണിച്ച് നിങ്ങൾ നോക്കണം കേട്ടോ. 9ാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് ഡയറക്റ്റ് റെസ്പോൺസ് വേഴ്സസ് ബ്രാൻഡ് മാർക്കറ്റിംഗ് എന്നുള്ളതാണ്. എന്താണ് ഡയറക്റ്റ് റെസ്പോൺസ് അല്ലെങ്കിൽ ബ്രാൻഡ് മാർക്കറ്റിംഗ് എന്നുള്ളത്? ഡയറക്റ്റ് റെസ്പോൺസ് എന്ന് പറയുന്നത് നമ്മൾ ആദ്യത്തെ പോയിന്റിൽ പറഞ്ഞ പോലെ തന്നെ നിങ്ങളൊരു പൈലറ്റ് ടെസ്റ്റ് ചെയ്ത് നോക്കണം നിങ്ങളുടെ പ്രൊഡക്റ്റ് വർക്ക് ആവുന്നുണ്ടോ എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ കടകളിൽ പ്ലേസ് ചെയ്ത് നോക്കുന്നതായിരിക്കും. നിങ്ങൾ ചിലപ്പം ഫ്രീ ആയിട്ട് ഒരു പർട്ടിക്കുലർ റീജിയൻ എടുത്തിട്ട് ആ സർവീസ് അല്ലെങ്കിൽ ആ പ്രൊഡക്റ്റ് സെല് ചെയ്തിട്ട് ആൾക്കാർ റെസ്പോൺസ് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ നോക്കുമായിരിക്കും. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുന്നത് പർച്ചേസ് വരുന്നുണ്ടോ, സെയിൽസ് വരുന്നുണ്ടോ എന്നുള്ളതാണ്. ബ്രാൻഡ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ബ്രാൻഡിനെ പൊസിഷൻ ചെയ്യുക, കസ്റ്റമേഴ്സായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ടാക്കുക, പിന്നെയും കസ്റ്റമേഴ്സിനെ റീറ്റെയിൻ ചെയ്യാൻ നോക്കുക, റീസെല്ലിംഗ് ആവുക, ആളുകളെ കൂടുതൽ അട്രാക്ട് ചെയ്ത് ആ ബ്രാൻഡിനെ ഒരു മാർക്കറ്റിൽ ഒരു പർട്ടിക്കുലർ രീതിയിൽ പൊസിഷൻ ചെയ്ത് ചെയ്യുന്ന ഫോർമുലയാണ് അല്ലെങ്കിൽ സ്ട്രാറ്റജിയാണ്. ഇപ്പോൾ ഡയറക്റ്റ് റെസ്പോൺസ് എന്ന് പറയുന്നതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്. ഡയറക്റ്റ് റെസ്പോൺസ് വർക്ക് ആവുന്നുണ്ടെങ്കിലാണ് നിങ്ങൾ ബ്രാൻഡ് മാർക്കറ്റിംഗ് ചെയ്യേണ്ടത്. സോ ഇതായിരിക്കണം നിങ്ങളുടെ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. 10ാമത്തെ പോയിന്റ് അല്ലെങ്കിൽ ടിപ്പ് എന്ന് പറയുന്നത് ലാർജർ മാർക്കറ്റ് ഫോർമുല എന്ന് പറയുന്നതാണ്. ഇത് ആക്ച്വലി ഒരു പിരമിഡ് സ്ട്രക്ചറിൽ വരും. ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മൾ കസ്റ്റമേഴ്സിനെ പല കാറ്റഗറിയിലേക്ക് ഡിവൈഡ് ചെയ്യാണ്. ഇപ്പോൾ എപ്പോഴും മാർക്കറ്റ് സ്റ്റഡി വെച്ച ആളുകൾ പറയുന്നത് 3% ഓഫ് കസ്റ്റമേഴ്സ് ആണ് ആക്ച്വലി ആക്റ്റീവ്ലി ലുക്കിംഗ് ടു ബൈ. നിങ്ങളുടെ പ്രോഡക്റ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ സർവീസ് മേടിക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന ആളുകൾ മാർക്കറ്റിൽ എന്ന് പറയുന്നത് ഒരു 3% ആയിരിക്കും. പിന്നെ വരുന്ന 17% എന്ന് പറയുന്നത് ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യാൻ നോക്കുന്നതാണ്. അവർ അറിവ് നേടാനായിട്ട് അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞിട്ട് മാത്രം വാങ്ങാം എന്ന് ചിന്തിക്കുന്ന ആളുകളായിരിക്കും. പിന്നെ വരുന്ന ഒരു 20% എന്ന് പറയുന്നത് ആക്ച്വലി അവർക്ക് പ്രോബ്ലം അറിയാം അല്ലെങ്കിൽ പ്രശ്നം എന്താ സോൾവ് ചെയ്യേണ്ടതെന്ന് അറിയാം, പക്ഷെ അവർ മേടിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടാവില്ല. അവർക്ക് ആ പ്രശ്നം അറിയാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ, അറിവ് ഉണ്ട്, പക്ഷേ ബാക്കിയുള്ള കാര്യങ്ങൾ അവർ ഉദ്ദേശിക്കുന്നില്ല. ഇനി ഒരു 60% ഉണ്ട്. 60% എന്ന് പറഞ്ഞാൽ അവർക്ക് പ്രോബ്ലമോ അല്ലെങ്കിൽ ഈ പ്രശ്നമേ അറിയില്ല എന്ന് പറയുന്നതാണ്. പൊതുവേ ആളുകൾ ഒരു ബിസിനസ് ടാക്ടിക് അല്ലെങ്കിൽ സ്ട്രാറ്റജി ക്രിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ 3%, അല്ലാതെ മേടിക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകളെ ബേസ് ചെയ്തിട്ടായിരിക്കും ഒരു സ്ട്രാറ്റജി ക്രിയേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഗോൾ ക്രിയേറ്റ് ചെയ്യുക. അങ്ങനെയല്ല നിങ്ങൾ ചെയ്യേണ്ടത്. ഈ ഞാൻ പറഞ്ഞ 60%ഉം അതിന് മുകളിലത്തെ 20% പ്രശ്നം അറിയാം പക്ഷേ മേടിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറയുന്നത്. ഈ പ്രോബ്ലം അവർ ബട്ട് നോട്ട് ലുക്കിംഗ് എന്ന് പറയുന്ന കാറ്റഗറിയും അതുപോലെ പ്രോബ്ലമേ അറിയില്ല എന്ന് പറയുന്ന കാറ്റഗറിക്കും നിങ്ങളുടെ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ സർവീസ് പരിചയപ്പെടുത്തി കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അവരെ നിങ്ങൾ അവരെ എഡ്യൂക്കേറ്റ് ചെയ്യണം. അതിനുശേഷം മാത്രമായിരിക്കും അവർ നിങ്ങളുടെ കസ്റ്റമേഴ്സ് ആകുമ്പോൾ. അപ്പോൾ അവരെ എഡ്യൂക്കേറ്റ് ചെയ്ത് കൺവേർട്ട് ചെയ്യുന്ന രീതിയിലേക്ക് നിങ്ങളൊരു അതോറിറ്റി ആയിട്ട് നിങ്ങളുടെ ബ്രാൻഡിനെ നിങ്ങൾ ബിൽഡ് ചെയ്യണം. അങ്ങനെ ബിൽഡ് ചെയ്ത് പ്ലേസ് ചെയ്ത് നിങ്ങളുടെ മാർക്കറ്റിൽ നിങ്ങളെ പൊസിഷൻ ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് സെയിൽസ് നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ ഉദ്ദേശിക്കാത്ത കസ്റ്റമേഴ്സ് വരെ നാളെ നിങ്ങളുടെ കസ്റ്റമേഴ്സായിട്ട് വരും. അപ്പോൾ ആ രീതിയിലായിരിക്കണം നിങ്ങളുടെ ടാക്ടിക്സ് ഒക്കെ നിങ്ങൾ സെറ്റപ്പ് ചെയ്യേണ്ടത്. സോ എനിക്ക് തോന്നുന്നത് ഈ സ്ട്രാറ്റജീസ് അല്ലെങ്കിൽ ഈ അഡ്വൈസസ് ഒക്കെ ഒത്തിരി മാർക്കറ്റേഴ്സ് അല്ലെങ്കിൽ ബിസിനസ് ഓണ്ടർപ്രണേഴ്സിനൊക്കെ ഹെൽപ്ഫുൾ ആവുന്നതാണ്. നിങ്ങൾക്ക് ഇതിനകത്ത് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഇതിനകത്ത് എന്ത് ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ പോലും എൻ്റെ അടുത്ത് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലെല്ലാം ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഒത്തിരി ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് അതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് ചോദിക്കുക, ഞാൻ ഉറപ്പായിട്ട് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും ബൈ.